അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്ത് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ദിക്റ് കൊണ്ട് ലഭിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം ഒന്ന് നോക്കാം. ശുദ്ധി, ഷിർക്ക് ചെയ്യൽ, മനസ്സമാധാനം, ലഗ്വ്, അള്ളാഹുവിൻ്റെ പ്രീതി. അപ്പോൾ എന്താണ് ദിക്റ് കൊണ്ട് ലഭിക്കുന്നത്? മനസ്സമാധാനമാണ്. അപ്പോൾ അവിടെ മനസ്സമാധാനം എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് അനാവശ്യ കാര്യങ്ങൾ. അപ്പം അതിന് പറയുന്നതാണ് എന്ത്? ലഗ്വ്. അപ്പോൾ ലഗ്വ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി. 4, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത്. അഞ്ചാമത്തത് അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. എന്ത്? ഷിർക്ക് ചെയ്യൽ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ ഉണ്ടാകും. അപ്പം ഓരോന്നിനോടും യോജിച്ചത് അതിൻ്റെ നേരെ എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ്. അപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റിൽ ഒന്ന് വായിച്ചു നോക്കാം. പ്രവാചകൻ, അവൻ്റെ തിരുദർശനം, സുജൂദ്, അൽ അസ്മാ ഉൽ ഹുസ്ന, 70,000 മലക്കുകൾ. അപ്പോൾ ഒന്നാമത്തത് അസ്മാ ഉൽ ഹുസ്ന എന്നുള്ളതാണ്. നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അസ്മാ ഉൽ ഹുസ്ന. രണ്ടാമത്തത് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം. അതെന്താണ്? അവൻ്റെ തിരുദർശനം. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അവൻ്റെ തിരുദർശനം എന്നുള്ളതാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. ഇനി മൂന്നാമത്തത്, സ്വശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ ആരാണ്? പ്രവാചകൻ. അപ്പോൾ പ്രവാചകനോടാണ് സ്വശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഉള്ളത്. നാലാമത്തെ ചോദ്യം, അറിവുള്ളവർ ആദരിക്കപ്പെടണം. അതിനുവേണ്ടി മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് എന്താണ്? സുജൂദ്. അഞ്ചാമത്തത്, നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. ആര്? 70,000 മലക്കുകൾ. അപ്പോൾ നല്ലൊരു കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ 70,000 മലക്കുകളാണ് അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ചിന്താശേഷി കുറയും ആരുടെ? ഉത്തരം സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരെ. രണ്ടാമത്തെ ചോദ്യം, മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്ത്? ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിനെ. മൂന്നാമത്തെ ചോദ്യം, ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ഉത്തരം ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും. അപ്പോൾ ഗുരുവിനെ ആരും തന്നെ എന്താക്കരുത്? നിന്ദിക്കരുത്. അത് മുസ്ലിം ആവട്ടെ മറ്റു മതസ്ഥരാവട്ടെ, ഗുരുവാണോ അവരെ നമ്മൾ എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്. അഥവാ നിന്ദിച്ചാൽ ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമായി മാറും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി നാലാമത്തെ ചോദ്യം, ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത്? ഉത്തരം പ്രകാശ കിരീടവും സ്ഥാന വസ്ത്രവും. ഇനി നാലാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ
പകർത്തുക, അവിടുത്തെ മദ്ഹുകൾ പറയുക, സലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ ആരാണ്? മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശഭൂമികളിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും, ഇവരെല്ലാം നന്മ പഠിപ്പിക്കുന്ന ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലും. മൂന്നാമത്തത്, നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്? ദുസ്വഭാവികൾ, ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ, പിഴച്ച ആശയം ഉള്ളവർ, തെറ്റായ കാര്യങ്ങളിൽ കൂട്ട് നിൽക്കുന്നവർ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം, മിക്കയാളുകളും വഞ്ചിതരായ രണ്ട് അനുഗ്രഹങ്ങൾ. ഒന്ന് ആരോഗ്യവും, രണ്ടാമത്തേത് ഒഴിവ് സമയവും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം, വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, തൗഹീദിന്റെ നിർവചനം എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. രണ്ടാമത്തത്, നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. മൂന്നാമത്തെ ചോദ്യം, അഹ്ലുൽ ബൈത്ത് എന്ന് പറയപ്പെടുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അടുത്ത കുടുംബക്കാർ. നാലാമത്തേത്, മുഹസ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം എന്താണ്? ഏത് പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതവും മനസ്സമാധാനവും. അത് മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണമാണ്. ഇനി ആറാമത്തെ പ്രവർത്തനം, ആര് ആരോട് പറഞ്ഞു? ഒന്നാമത്തത്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. ആര് ആരോടാണ് പറഞ്ഞത്? അള്ളാഹു മലക്കുകളോട്. രണ്ടാമത്തത്, താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. ഇനി ഏഴാമത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയുൽ അലീം. അവിടെ വൽഹംദുലില്ലാഹ് എന്നുള്ളതും അല്ലാഹു അക്ബർ വലാ ഖുവത അൽ അലിയു എന്നുള്ളതൊക്കെയാണ് അവിടെ എഴുതാനുള്ളത്. അപ്പം അത് ശ്രദ്ധയോടെ എഴുതുക. രണ്ടാമത്തത്, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖ്നീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അപ്പോൾ അവിടെ കസാനി എന്നുള്ളതും ബർസുഖ്നീഹി എന്നുള്ളതും ഹൗലി എന്നുള്ളതും പിന്നെ ഖുവ എന്നുള്ളതുമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ദുആ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.